ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും രാത്രികളിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈശോയുടെ വചനം കേൾക്കാനും ഈശോയെ ആശ്രയിച്ച് പുതിയ ദിവസത്തേക്ക് കടക്കാനും ഒക്കെ കർത്താവ് ഒരുക്കിയ ശുശ്രൂഷ ഓർത്ത് നമുക്ക് പരസ്പരം ഒരുമിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് നമുക്ക് എന്തോരം അവസരങ്ങൾ തരുന്നല്ലേ. നമുക്ക് രാവിലെയും ഏത് സമയത്തും ഒക്കെ വചനം കേൾക്കാം. ഇതിപ്പോൾ ഈ രാത്രിയിലും ഈശോയുടെ വചനം കേട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാനൊക്കെ കർത്താവ് നമുക്ക് അവസരം തന്നു. നമുക്കത് വലിയ അനുഗ്രഹമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ നമുക്ക് സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് ഇത് എത്തിക്കണം കേട്ടോ. നമ്മളിത് ഇങ്ങനെ അച്ഛനിത് പറഞ്ഞു തരുന്നു, നിങ്ങളിത് കേൾക്കുന്നു, മാത്രം പോരാ ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഈശോയുടെ വചനം ആയിരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരാൾക്കെങ്കിലും അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മളിലൂടെ ഒരാൾക്ക് അത് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്കത് എല്ലാ ദിവസവും മറക്കാതെ എല്ലാ ദിവസവും ഇത് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ ചില നിയോഗങ്ങൾ പ്രാർത്ഥനകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഈ വചനം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ സമാധാനവും ശാന്തിയും ശക്തിയും കൊണ്ട് ഈശോ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു വചനം അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഇത് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. എഫേസ്യോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യം, എഫേഷ്യൻസ് 2:10. പൗലോസിന് ഇങ്ങനെ പറയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. വി ആർ ദ ഹാൻഡി വർക്ക് ഓഫ് ഗോഡ്. ദൈവം മെനഞ്ഞെടുത്താണ്. ഈശോ നമ്മളെ ഇങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചത്. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ് നമ്മൾ ഈശോയിൽ സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞായുസ് എത്ര വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും അറിയില്ല. നമുക്കിപ്പോൾ എത്ര പ്രായമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, എനിക്കും അറിയാം. ഈ ഒരു കഴിഞ്ഞ കുഞ്ഞു കാലം കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം നാട്ടുകാർ നമ്മളോട് പലതും പറയും, വീട്ടുകാർ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈശോയ്ക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി? അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ട് നമ്മൾ ഈശോയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ അപ്രൂവലുകൾക്ക്, ലോകത്തിൻ്റെ അപ്രീസിയേഷൻസ്, അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ളതല്ല. നമുക്ക് ചില കാര്യങ്ങൾ ഗൈഡൻസ് ആവശ്യപ്പെടാം മാനുഷികമായിട്ട്, നമ്മുടെ ഗുരുക്കന്മാരോട്, നമുക്ക് വെളിച്ചം തന്നവരോട്, നമ്മുടെ മാതാപിതാക്കളോട്, പ്രിയപ്പെട്ടവരോടൊക്കെ. പക്ഷേ ആരുടെ അഭിപ്രായമാണ്? ഈശോയുടെ അഭിപ്രായവും ഈശോയുടെ അപ്രൂവലും അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. കാരണം നമ്മൾ ഈശോയുടെ കരവേലയാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി ഈശോ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. CNIയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈശോയുടെ ഇഷ്ടമനുസരിച്ച്, ദൈവേഷ്ടമനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ തലകീഴ് മറിക്കാൻ പറ്റും. ഈ ലോകത്തെ തീ പിടിപ്പിച്ച് ജ്വലിപ്പിക്കാൻ പറ്റും. എപ്പോൾ? ഞാൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായം അനുസരിച്ച് ജീവിക്കുമ്പോഴല്ല, എൻ്റെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച്, ഈശോ എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന പദ്ധതി അനുസരിച്ച്, അവിടുത്തെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തെ തന്നെ തലകീഴ് മറിക്കാനും തീ കൊണ്ട് ജ്വലിപ്പിക്കാനും പറ്റുമെന്നാണ് CNIയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്. സോ ഇന്നൊരു ദിവസം അവസാനിച്ചു. നമ്മളൊന്ന് ഒരു ഗ്രാഫ് എടുത്ത് ചിന്തിക്കേണ്ട ഇതാണ്, ദൈവമേ ഇന്ന് ഞാൻ ചെയ്തത് ഈശോയെ അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ? അത് ലോകത്തിൻ്റെ കുറേ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി. കാരണം ഇന്ന് നല്ലത് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നാളെ തിരുത്തി പറയാം. ചിലപ്പോൾ അവർ അപ്രീസിയേഷൻ തന്ന് ചിലപ്പോൾ നമ്മളെ പൊക്കിയെടുത്ത് താഴെ കൊണ്ടിട്ടേക്കാം. പക്ഷേ ഈശോ എപ്പോഴും കയ്യിൽ താങ്ങിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയായതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നല്ല പദ്ധതികളനുസരിച്ച് ജീവിക്കാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, എനിക്കും സാധിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മിനിസ്ട്രിയെ കർത്താവ് ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.